പ്രധാനമന്ത്രിയെ വരവേൽക്കാനൊരുങ്ങി സാംസ്കാരിക നഗരി. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി ഞായറാഴ്ച വൈകിട്ട് 4-നാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത്. കുട്ടനെല്ലൂർ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം സമ്മേളനവേദിയായ തേക്കിൻകാട് മൈതാനിയിലെത്തും. കുട്ടനെല്ലൂർ ഹെലിപ്പാഡ് മുതൽ സമ്മേളന നഗരി വരെ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 2000-ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തണ്ടർബോൾട്ട് കമാൻഡോസിനെയും വിന്യസിക്കുന്നുണ്ട്. പ്രധാന വേദിക്ക് സമീപം ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും മണിക്കൂറുകൾ ഇടവിട്ട് പരിശോധന നടത്തും. ലോഡ്ജുകളിലും ജില്ലയിലെ അതിർത്തികളിലും തീരദേശ മേഖലയിലും പോലീസ് പ്രത്യേക പരിശോധന നടത്തി. മണ്ണുത്തി നടത്തറ തൃശൂർ റോഡിലും കുട്ടനെല്ലൂർ തൃശൂർ റോഡിലും ഞായറാഴ്ച രാവിലെ മുതൽ വാഹനഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന റോഡിലെ ജംഗ്ഷനുകളിൽ പോലീസ് താൽക്കാലിക ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ സ്വരാജ് റൗണ്ടിലും സമീപ റോഡുകളിലും ഗതാഗതവും വാഹന പാർക്കിംഗും നിയന്ത്രിക്കും. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന റോഡുകളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു. TCV ന്യൂസ് തൃശൂർ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ട്രയൽ റൺ നടത്തി. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് ട്രയൽ റൺ നടത്തിയത്. കുട്ടനെല്ലൂർ ഹെലിപാഡിൽ നിന്ന് സെക്യൂരിറ്റി പ്രോട്ടോകോൾ പ്രകാരമുള്ള വാഹനങ്ങളാണ് ട്രയൽ റണ്ണിൽ പങ്കെടുത്തത്. എറണാകുളത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് തേക്കിൻകാട് മൈതാനത്തെ സമ്മേളന വേദിയിലേക്ക് എത്തുക. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന വഴിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് ട്രയൽ റൺ നടത്തിയത്. സെന്റ് തോമസ് കോളേജ് റോഡിലൂടെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി പാറമിക്കാവിന് മുന്നിലൂടെ നെഹ്റു പാർക്കിന്റെ പ്രധാന കവാടത്തിനരികിൽ ഒരുക്കിയ പ്രത്യേക പ്രവേശന മാർഗത്തിലൂടെയാണ് വേദിയിലെത്തുക. ഉച്ചയ്ക്ക് 1 മണി മുതൽ സമ്മേളന നഗരിയിലേക്ക് പ്രവേശനം അനുവദിക്കും. മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിച്ചാണ് ആളുകളെ സമ്മേളന നഗരിയിലേക്ക് പ്രവേശിപ്പിക്കുക. സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കുന്നതിന് 5 എൻട്രൻസുകളാണ് ഒരുക്കുന്നത്. 2000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. 6 SP-മാർ, 27 DYSP-മാർ, 51 CI-മാർ, 250 SI-മാർ, 100 വനിതാ പോലീസ്, ഷാഡോ പോലീസ് എന്നിവരടങ്ങുന്ന സംഘത്തെയാണ് ഡ്യൂട്ടിക്കായി വിന്യസിപ്പിച്ചിട്ടുള്ളത്. SPG, NST, കമാൻഡോസ്, തണ്ടർബോൾട്ട്, സ്ട്രൈക്കർ ഫോഴ്സ് എന്നീ വിഭാഗങ്ങളാണ് സുരക്ഷാ ചുമതലയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ സുരക്ഷാ ചുമതല സംബന്ധിച്ച അവലോകന യോഗവും നടന്നു.